അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് മുസ്തഫ ഉന്നയിച്ചുള്ള ഹദീസിൻ്റെ ബാക്കി ഭാഗം, അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് നൽകുന്ന മാതൃക അതെന്താണ്? ഇന്ന് നമ്മളുടെ നാട്ടിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്, സ്ത്രീകളെ യാതൊരു മാനും മര്യാദയില്ലാതെ അന്യ സ്ത്രീകളെ പിടികൂടുകയും എന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും കാട്ടിൽ തള്ളുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ. ഇത് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സംഗതികൾ പഠിക്കേണ്ടത്. ഇസ്ലാം ഇവിടെ നിർദ്ദേശിക്കുന്ന ഉന്നതമായിട്ടുള്ള മാതൃക എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അയാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ, അയാൾ വിവാഹിതനാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് തൻ്റെ ഭാര്യയെ സമീപിക്കുക എന്നുള്ളതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഗതി വേറെയുണ്ട്. ഇമാം തിർമിദിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയുന്ന സംഗതി, ഇതിൽ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നുമില്ല. ഇതിപ്പം കണ്ട പെണ്ണിൻ്റെ അടുത്ത് എന്താണുള്ളത് അത് തന്നെയാണ് നിൻ്റെ പെണ്ണിൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് നിൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പോയാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊരു വഷളത്വമായിട്ടാണ് മുസ്തഫക്ക് തോന്നുന്നതെങ്കിൽ മുസ്തഫ ഖുർആനെ വിമർശിക്കേണ്ടി വരും. കാരണം സൂറത്ത് നിസായിൽ ഖുർആൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്, വഖദ് അഫ്ളാ ബഅളുക്കും ഇലാ ബഅളിന്ന, നിങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഖുർആന് വഷളത്തരം പറയുകയും. അപ്പോൾ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത്തരം സംഗതികൾ പറയുമ്പോൾ അതിൻ്റെ ഗുണഫലം എന്താണെന്നാണ് ബുദ്ധിയുള്ള മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതേ അവസരം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന പല ആളുകളെയും നമുക്കറിയാം. ഹദീസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ അധിക്ഷേപിക്കുന്ന ഇത്തരം പല ആളുകളും അവർ ചെയ്യുന്നത് എന്താണ്, ചെയ്തിട്ടുള്ളത് എന്താണെന്നൊക്കെ നമ്മൾക്കറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ ധാർമ്മികതയെ സംബന്ധിച്ചൊക്കെയാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല തൻ്റെ അനുയായികളുടെ ജീവിതത്തിൽ കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ധാർമ്മികതയെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ മുസ്തഫ പറയുന്നൊരു സംഗതി, ഇമാം നവവി റഹ്മഹുല്ല തൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ വിവരണത്തിൽ പറഞ്ഞു കളഞ്ഞു പോലും, പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നതിന് തെളിവാണ്. അത്രമാത്രമാണോ മുസ്തഫ ഇമാം നവവി ഷറഹിൽ പറഞ്ഞിട്ടുള്ളത്? ഇമാം നവവി എന്താ പറഞ്ഞത്? ഖാലൽ ഉലമാവ്, ഇമാം നവവി പറയാണ്, ഖാലൽ ഉലമാവ് ഇന്നമാ ഫഅല ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത് ബയാനൻ ലഹും വ ഇർഷാദൻ ലിമാ യംബഗി ലഹും അൻ യഫ്അലൂഹു, ആളുകൾക്ക് ചെയ്യാവുന്ന അനിവാര്യമായവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇവിടെ വിവരിക്കുകയാണ്, അവർക്കതുമായി മാർഗദർശനം നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നതിലൂടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഫഅല്ലമഹും ബിഫഇലിഹി വ ഖൗലിഹി, നബി സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം വാക്കുകളിലൂടെയൊക്കെയാണ് അവർ പറയേണ്ട സംഗതികൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. വഫീഹി അന്നഹു ലാ ബഅസ ബിതലബിർ റജുലി ഇംറഅതഹു ഇലൽ വിഖായി ഫിന്നഹാരി വഗൈരിഹി, ഇവിടെ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്നുള്ളതല്ല ഇമാം നവവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരവസ്ഥയിൽപ്പെട്ടാൽ അയാളുടെ ഭാര്യ അനിവാര്യമല്ലാത്ത ഒഴിവാക്കാൻ പറ്റുന്ന വല്ല സംഗതികളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈകാനത്ത് മുസ്തഖിലത്തൻ മിമ്മാ യുംകിനു തർക്കുഹൂന, ഒഴിവാക്കാൻ പറ്റിയ വല്ല സംഗതികളിലും ആണ് ഭാര്യ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ തന്നെ ആ ഭാര്യയുമായിട്ട് പകൽ സമയത്താണെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ ഈ ആഗ്രഹം ദാഹം തീർക്കുക എന്നുള്ളത് അതിനുള്ള തെളിവാണിത് എന്നാണ്. അല്ലാതെ പകൽ നേരത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നുള്ളതിന് തെളിവെന്നല്ല. ഇങ്ങനൊരു മനുഷ്യനൊരു അനുഭവം ഉണ്ടായാൽ അയാളുടെ ഭാര്യയെ സമീപിക്കുകയും ആ ഭാര്യ ഒഴിവാക്കാൻ പറ്റുന്ന വല്ല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയിട്ടെങ്കിലും ആ ഭാര്യയെ വിളിച്ചിട്ട് തൻ്റെ ലൈംഗിക ആവശ്യം ദാഹം തീർക്കാണ് വേണ്ടത്, അന്യ സ്ത്രീകളുടെ മേക്കിട്ട് കയറല്ല
എന്നാണ് ഇമാം നവവി അതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിന് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബിമാരോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കേണ്ടുന്ന ജീവിത മേഖലകളിലൊക്കെയും നബിയാണ് അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിൽ സെക്സ് ഉണ്ട്, സെക്സ് ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഹദീസിൽ ഫിഖ്ഹിൽ ഒക്കെ ധാരാളമായിട്ട് നമ്മൾ കാണാൻ കഴിയും. പക്ഷേ അതിന് ഇസ്ലാം വരച്ച് നൽകിയിട്ടുള്ള ഒരു പരിധി ഉണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അതൊക്കെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പുതിയ സംഗതിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാൻ പോകുന്ന കാര്യവും ഇതിലില്ല. സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്നു. നബി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ലൈംഗികമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞല്ലോ അത്തസവ്വജു നിസാ, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞാൽ എന്തിനാ? വെറുതെ വിവാഹം കഴിക്കുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്തൊക്കെ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിനും അങ്ങനെയുള്ള വികാരങ്ങളുണ്ടാവുക. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണ്? ഹലാലായ മാർഗത്തിലൂടെയാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുളി അഹദിക്കും സദഖ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കുന്നതിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട് എന്നാ. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, റസൂലെ എന്താ അതിൽ പ്രതിഫലം കിട്ടാൻ ഇത്ര കാര്യം എന്നാ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ എന്താ? നിങ്ങളൊരു ഹറാമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് ആ ദാഹം തീർക്കണമെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കൂലേ? എന്നതുപോലെ നിങ്ങൾ ഹലാലായ മാർഗത്തിലൂടെയാണ് ഇത് നിർവഹിക്കണമെങ്കിൽ നിങ്ങൾക്കതിന് പ്രതിഫലമുണ്ട്. ഇതിൽ ഇത്ര അതിശയോക്തിപരമായിട്ട് വികാരം കൊള്ളാവുന്ന യാതൊന്നുമില്ല. അതുകൊണ്ട് മുസ്തഫ മനസ്സിലാക്കേണ്ടത് ഈ ബുഖാരി മുസ്ലിമും ഒക്കെ ഞങ്ങൾ തൊടുകയും അത് പാരായണം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ മുമ്പോട്ട് പോണത്. മുസ്തഫക്ക് അത് പറ്റൂലെങ്കിൽ മുസ്തഫക്ക് പോയി പണി നോക്കാമെന്ന് മാത്രമേ മുസ്തഫയെ പോലുള്ള ആളുകളോട് പറയാൻ പറ്റുകയുള്ളൂ. ഇത് ഭരണകൂടങ്ങൾക്ക് വേണ്ടി എഴുതിണ്ടാക്കിയതുമല്ല. അതൊക്കെ മുഹദ്ദിസുകളുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഭരണകൂടങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയും ആരാണ് അടിമപ്പണി ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ലല്ലോ മുസ്തഫയോടും ആളുകളോടും. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള വാചാടോപ്പങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ കൈയാളുന്നതാണ് മുസ്തഫക്കും നല്ലത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ.